വിശ്വാസലോകം പ്രയാഗ്രാജിൽ. ഇന്ന് മഹാകുംഭമേളയിലും വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് അമൃത സ്നാനത്തിന്റെ ദിവസമാണ്. വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പ്രയാഗ്രാജിലേക്ക് എത്തുന്നത്. ന്യൂസ് 18 കേരളത്തിന് വേണ്ടി അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രനും വീഡിയോ ജേർണലിസ്റ്റ് പ്രശാന്ത് മംഗലശ്ശേരിയും അവിടെയുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രനിലേക്കാണ് നമ്മൾ പോകുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. മകരസംക്രാന്തി ദിവസമാണിന്ന്. മകരസംക്രാന്തി എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്കും തമിഴ്നാട്ടുകാർക്കും മാത്രമല്ല, അത് ഈ ഹൈന്ദവ വിശ്വാസികൾക്കെല്ലാം വളരെ വളരെ വിശ്വാസപ്രധാനമായൊരു ദിവസമാണ്. ഇന്നത്തെ സ്നാനത്തിന്റെ പ്രത്യേകത മോക്ഷപ്രാപ്തിയാണ്. അപ്പോൾ വലിയ തിരക്കുണ്ടാവും. അവിടെ എങ്ങനെയൊക്കെയാണ് സജ്ജീകരണങ്ങൾ? നീ രഹസ്യമായി മോക്ഷപ്രാപ്തിക്ക് ശ്രമിക്കുന്നുണ്ടോ? നമുക്ക് ആഗ്രഹമുണ്ട് ശ്രീജ. അപ്പം എന്നോട് എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഗംഗാസ്നാനം നടത്തണമെന്നൊക്കെ. പക്ഷേ കടുത്ത തണുപ്പാണ്. തണുപ്പെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള വിധത്തിലുള്ള തണുപ്പല്ല. ഒരു വെള്ളത്തിൽ തൊടാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള തണുപ്പാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ഈ ലൈവ് നിൽക്കുന്നത് പോലും അത്രത്തോളം. പക്ഷെ ഇവർക്ക് നമുക്കറിയാം, ഈ വരുന്ന ലക്ഷോപലക്ഷം ആളുകൾക്ക് ഈ തണുപ്പോ കാലാവസ്ഥയോ വിപരീത കാലാവസ്ഥയോ നമ്മൾ പറയുമെങ്കിലും അവർക്കിത് വളരെ പോസിറ്റീവായി കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഇന്നലത്തെ പൗഷ് പൗർണമി ദിവസത്തിന് ശേഷം ഇപ്പോൾ ഇന്നലെ തീർത്ഥാടകർക്ക് സ്നാനം നടത്തേണ്ട ദിവസമായിരുന്നു. ആ ദിവസം സ്നാനം കഴിഞ്ഞ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നവരെയാണ് ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്റെ തൊട്ടുപുറകിൽ കാണാം. ഇങ്ങനെ ഒരു വലിയ ഒരു ജനപ്രവാഹം തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ തണുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും, കാലാവസ്ഥ പ്രശ്നമുണ്ട് എങ്കിൽ പോലും, ഇവരൊക്കെ ഗംഗാ സ്നാനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന അനവധി ഭക്തർ ആണ്. സ്നാൻ ഹോ ഗയാ? ऐसा था? बहुत बढ़िया रहा, बहुत बढ़िया रहा. हम लोग क्या सविशेषता देखा? कल भी किया क्या बोले? सबसे बहुत साफ सुथरा व्यवस्था फुल था. सबसे बढ़िया है. कोई हंगामा नहीं है. शांत वातावरण है. बहुत अच्छा है. स्वामी जी कैसा है? बिल्कुल सब शांत से दर्शन हुई. सावन में अच्छा से घूमे फिरे, बहुत शांति पूर्वक है. कोई दिक्कत नहीं है. कल भी किए थे, आज भी किए हैं. आज भी किया. हम लोग बहुत अच्छा से व्यवस्था, बहुत अच्छा से. संगम में गया? संगम में परसों गए. संगम में रात में भी वहाँ रहे. वहीं पर स्नान करके तब वहाँ कहा गया कि आप लोग चलिए यहाँ से, आप संत महात्मा सबका पधारने का है. वो सब स्नान किया. कहीं लोग अभी कैसा है? वहाँ पर हो गया? हाँ ठीक हो गया. स्नान कर लिया? स्नान हुआ है. हाँ बहुत अच्छा. आराम से सब हुआ? आराम से बिल्कुल कोई दिक्कत नहीं हुआ है. बहुत आराम से स्नान हुआ है, कोई दिक्कत नहीं है. हाँ बहुत बढ़िया व्यवस्था है. मैं बंगाल कोलकाता से आ रहा हूँ. बहुत बढ़िया व्यवस्था है. इतना आदमी आ रहा है, इतना आदमी के इतना सब जो पुलिस है, सब रूट मैप सब ठीक है. सही, कोई झमेला नहीं, कोई अशांति नहीं. सबसे बढ़िया बात है. നോക്കുക, എത്ര ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഈ സ്നാനം കഴിഞ്ഞ് മടങ്ങി വരിക. ഇത്ര വലിയ ക്രൗഡ് ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ കാണുന്നത്. നമുക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുകയാണ്. ഇന്നലെ ശ്രീജ 1,65,00,000 ആളുകൾ സ്നാനം നടത്താനായി എത്തി എന്നാണ് UP സർക്കാർ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ശ്രീജ ഇന്നലെ പറഞ്ഞതുപോലെ രാജകീയ സ്നാനത്തിന്റെ ദിവസം കൂടിയാണ് ഇന്ന് 3 കോടിയിൽ പരം ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഇത് 2 സൈഡിലായിട്ടാണ്. അങ്ങോട്ടേക്ക് സ്നാനത്തിനായി പോകുന്ന ആളുകളാണ്. ഇതിനകം തന്നെ തമ്പടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഈ ത്രിവേണി സംഗമ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരും സ്നാനത്തിന്റെ ഭാഗമാകും. പക്ഷെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നാഗ സന്യാസിമാരുണ്ട്. അവർക്ക് സ്നാനം നടത്താനുള്ള പ്രത്യേക ഘാട്ടുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയായിരിക്കും അവരുടെ സ്നാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്ന് ശരിക്കും ഔദ്യോഗികമായ തുടക്കമെന്ന് പറയുന്നത് ഇന്നാണ്. ഇന്നു മുതലാണ് സവിശേഷമായ ഈ സ്നാനഘട്ടങ്ങൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, സ്നാനവും ഒപ്പം പൂജകളും ഭജനകളും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇന്ന് സംഭവിക്കുകയാണ്. ഇന്ന് ദിവസം കഴിഞ്ഞാൽ ഈ മാസം 29-നും ഒപ്പം അടുത്ത മാസം 3-നുമാണ് രാജകീയ സ്നാനം എന്ന സ്നാനം ഉണ്ടാവുക. അത് സവിശേഷമായ ചടങ്ങാണ്. നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ പകർത്താനുള്ള ശ്രമങ്ങളിലാണ്. പക്ഷേ ഇവിടെ നിന്ന് 8-9 കിലോമീറ്റർ നമ്മൾ നടന്നാൽ മാത്രമാണ്. കാരണം വാഹന സംവിധാനങ്ങൾ പോലീസിന്റെയും ആംബുലൻസും അല്ലാതെ മറ്റ് സംവിധാനങ്ങളൊന്നും അവർ അനുവദിക്കുന്നില്ല. അത്രത്തോളം മികച്ച സുരക്ഷ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട്
35,000-ഓളം പോലീസുകാരുടെ കാവലുണ്ട്. ഡ്രോൺ സംവിധാനം, ഈ വെള്ളത്തിനടിയിൽ ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. AI ക്യാമറകൾ എങ്ങുമുണ്ട്. ഒപ്പം AI സംവിധാനങ്ങളുടെ എല്ലാ നിരീക്ഷണങ്ങളുമുണ്ട്. CRPF-ന്റെയും കേന്ദ്ര സേനയുടെയും മറ്റും സാന്നിധ്യം ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഫെബ്രുവരി 26 വരെ ഈ തിരക്കും ഈ പറഞ്ഞതുപോലെയുള്ള ഭക്തരുടെ ഒരു സാന്നിധ്യവുമൊക്കെ ഇവിടെ തുടരും എന്ന് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇവരൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വീണ്ടും ഭാവി കൈസാ ഹോ ഗയാ സ്നാൻ? अच्छा हुआ अच्छा हुआ? हाँ, सब बहुत कुछ अच्छा था? सब कुछ अच्छा था। कितना बार स्नान कर दिया? हैं? कल और आज स्नान कर दिया? हाँ, कर लिया, स्नान कर लिया। അങ്ങനെയാണ് ഒരു ഭയ്യ കിതർ സെ ആ രഹേ? हम लोग कुंभ से आ रहे नहा के। किधर से आ रहे? इलाहाबाद से ही है, यही लोकल ही हम लोग। सुबह हम लोग 4 बजे से निकले थे। बहुत भव्य है और बहुत ही खूबसूरत नज़ारा है। सबको आना चाहिए। आप सबसे हाथ जोड़ के निवेदन, आप लोग वहाँ इलाहाबाद आइए, प्रयागराज का आनंद लीजिए और खूब नहाइए। जय गंगा मैया। हम लोग रात 2 बजे से निकले, टहल रहे हैं और मेला क्षेत्र में घूमा, काफी अच्छा लगा। बहुत अच्छा नज़ारा है। मोदी जी ने काम किया तो बहुत अच्छा किया। आप लोग सब लोग आइए। बहुत पैदल आना पड़ा? नहीं, चले आ रहे हैं। पैदल से कोई गाड़ी नहीं चलता है ना? आगे मिलेगी, आगे गाड़ी। ऐसा लग रहा है अव्यवस्था नहीं हो जाएगी ना, भीड़ को गाड़ी नहीं कंट्रोल कर पाएगी। पैदल इतनी करोड़ों की भीड़ को गाड़ी और नहीं कंट्रोल कर पाएगा ना, जरूरी है। कैसा था स्नान? कैसा था? बहुत उम्दा, बहुत बढ़िया. बहुत बढ़िया. ഇങ്ങനെയാണ് സാഹചര്യം. ഏതായാലും നമുക്കിനിയും ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഇന്ന് ഉള്ള തിരക്ക് ഈ ഫെബ്രുവരി 26 വരെ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 കോടിയിൽ പരം ആളുകളെ പ്രതീക്ഷിക്കുന്നു. മുഴുവൻ ഒരു 40 കോടിയോളം ആളുകൾ ഇവിടെ പ്രയാഗ്രാജിൽ മാത്രം വന്നു പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് UP സർക്കാർ. നമുക്കറിയാം ഏതാണ്ട് 7,000-ഓളം കോടി രൂപ ഇവിടുത്തെ സംവിധാനങ്ങൾക്കായി UP സർക്കാർ മുടക്കിക്കഴിഞ്ഞു. 10-14 പാലങ്ങൾ, താൽക്കാലിക പാലങ്ങൾ ഗംഗയിൽ നിന്ന് മറുഭാഗത്തേക്ക് കടക്കാനായി സംവിധാനം താൽക്കാലികമായി ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ വളരെ ശാസ്ത്രീയമായി തന്നെയാണ്. കാരണം 3 പാലങ്ങളിലൂടെ ആംബുലൻസുകൾക്ക് മാത്രം. രഞ്ജിത്ത്, വലിയ അത്ഭുതം തോന്നുന്നത് ഇത്രയധികം ആളുകൾ, ഇന്നലെ ഇപ്പോ 1.25 കോടി ആളുകൾ വന്നു എന്ന് പറയുന്നു, സ്നാനം ചെയ്തു എന്ന് പറയുന്നു. ഇത് ഒരു പ്രശ്നവും കൂടാതെ ഇപ്പൊ നമ്മൾ ശബരിമലയിലെ മകരവിളക്കിന്റെ തയ്യാറെടുപ്പുകളെ പറ്റി ഞാൻ അല്പം മുൻപ് ശ്രീധരനോട് സംസാരിക്കുമ്പോൾ ചോദിച്ചത്, ഒരാളുടെ വീഴ്ച പോലും ഒരു വലിയ അപകടത്തിലൊക്കെ എത്തിക്കാവുന്ന അത്ര സെൻസിറ്റീവാണ്, അത്ര സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇത്രയും പേര് വരുമ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണ് ഈ UP സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്? ഇങ്ങനെ ഒരു പിഴവും ഇല്ലാതെ, ഇപ്പോൾ നേരത്തെ സംസാരിച്ച ഒരാൾ പറയുന്നുണ്ടായിരുന്നു, പോകുന്നതിനോ സ്നാനം ചെയ്യുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാം ഇങ്ങനെ യന്ത്രം പോലെ കണക്കാണ്, റൂട്ട് മാപ്പ് എല്ലാം വളരെ കറക്റ്റാണ്, അവിടെ എത്തുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ സ്നാനം നടത്തി തിരിച്ചു വരാൻ തക്ക വിധത്തിൽ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായും. അപ്പോ ശ്രീജിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നമ്മുടെ സ്ഥാപനത്തില് ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ രഞ്ജിത്ത് ഇത്രയും നന്നായി ഹിന്ദി സംസാരിക്കുന്നത് ഇവിടുത്തെ ഒരു ഇതുവരെയുള്ളൊരു ഫീല്. നമ്മൾ ഒരുപാട് വർഷത്തെ പരിചയമുണ്ടെങ്കിലും രഞ്ജിത്ത് ഇത്രയും നന്നായി ഹിന്ദി സംസാരിക്കുന്നത് ഇന്നലെയാണ് ഞാനും മനസ്സിലാക്കിയത്. അല്ല, സാഹചര്യങ്ങളാണല്ലോ പലപ്പോഴും നമ്മളെ ഹിന്ദിക്കാരനാക്കുന്നത്. അങ്ങനെ ഒരു ചൊല്ലുകൂടി ഉണ്ടല്ലോ. ഇതിന്റെ ഒരു കാര്യം, ഇതിലേക്ക് ഞാൻ കടക്കാം. അതായത് 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രയാഗ്രാജിൽ ഈ മഹാകുംഭമേള എന്ന തരത്തിലുള്ള ആഘോഷം നടക്കുന്നത്. അത് പ്രധാനമാണ്. അതിൽ UP സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7,000 കോടി, കാരണം മോദി യോഗി കൂട്ടുകെട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമായി, അവരുടെ ഒരു പ്രധാന പ്രസ്റ്റീജ് സംഭവമായി ഈ കുംഭമേള മാറിയിട്ടുണ്ട്. ഒരു പിഴവ് പോലും സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമുണ്ട് എന്ന ബോധത്തിന്റെ പുറത്താണ് ഇത്രയധികം സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഈ 40 കോടി ആളുകളെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് US-ലെയും റഷ്യയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. നമ്മളത് പ്രധാനമായും കണ്ടെത്തണം. കേരളത്തിൽ ആകെ വസിക്കുന്ന ആളുകളുടെ എത്ര ഇരട്ടിയാണ്. ഇത്രയധികം ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത്, എവർക്കൽ സംവിധാനം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു പരിധിവരെ ഈ വരുന്ന ആളുകളുടെ ഒരു ക്ഷമ പ്രധാനമാണ്. കാരണം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ 9 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ നടന്നാണ് ഈ പ്രയാഗ്രാജിലെ സംഗം ഭൂമിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. 4000 ഹെക്ടർ ഭൂമിയിലാണ് ആൾക്കാർക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഈ 45 ദിവസം നീളുന്ന പരിപാടിക്കായി 7,000 കോടി രൂപ ഇതിനകം തന്നെ UP സർക്കാർ മുടക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം ഈ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിന്റെ അടക്കം വളരെ പ്രധാനമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡ്രോൺ സംവിധാനമുണ്ട്. നമുക്ക് തൊട്ടുപുറകിൽ കാണാം ശുചീകരണം എന്നുള്ളത്. ഇത്തവണ ശുചീകരണത്തിനൊപ്പം സുരക്ഷയും ഇതിന്റെ ഭാഗമാകുമെന്നുള്ളത് വളരെ കൃത്യമായി തന്നെ മോദി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശുചീകരണം വളരെ പ്രധാനമാണ്. ഈ
ഈ പ്രാദേശിക അന്തർദേശീയ തലത്തിലുള്ള ഒരുപാട് സജ്ജീകരണങ്ങൾ കൂടി ഇതിനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ടൂർ ഗൈഡുകളുണ്ട്, ട്രാവൽ പാക്കേജുകളുണ്ട്, അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, റേഷൻ കടകൾ, ഈ പ്രയാഗ്രാജിലും മറ്റും താമസിക്കുന്നവർക്കായി പ്രത്യേക റേഷൻ കടകളും അവർക്ക് കാർഡുകളടക്കം, ഈ സ്വാമിമാർക്ക് കാർഡുകളടക്കം നൽകി, താൽക്കാലിക റേഷൻ കാർഡുകളടക്കം നൽകി അരിയും മറ്റു സംവിധാനങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം 1,50,000 ടെന്റുകളാണ് ശ്രീജ. ഇവിടെ ഈ താമസ സൗകര്യം വളരെ പ്രധാനമാണ്. 1,50,000 ടെന്റുകൾ യോഗി സർക്കാർ ഇവർക്കായി ഒരുക്കിയിട്ടുണ്ട്. 3,000 അടുക്കളകൾ ഒരുക്കിയ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. 1,45,000 വിശ്രമ മുറികൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം 99, അത് വലിയ വിശാലമായ 99 പാർക്കിംഗ് സെന്ററുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പോലീസുകാരുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെ ഒരു 40 കോടി ജനങ്ങൾക്ക് എന്തൊക്കെ സംവിധാനങ്ങൾ വേണമോ ഇതുവരെ അതിനൊന്നും യാതൊരു തരത്തിലുമുള്ള പരാതികളുമില്ലാതെ എല്ലാവർക്കും, ചില പരാതികൾ ചിലർ പറഞ്ഞത് ഈ നടക്കുന്ന കാര്യം മാത്രമാണ്. കാരണം ഇത് വാഹനങ്ങൾ ഇതിലൂടെ കടത്തിവിടുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന സ്ഥലത്ത് അതിൽ ചില പരാതികൾ ആളുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും മറ്റു യാതൊരു വിധത്തിലുമുള്ള പരാതികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UP സർക്കാരിന്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സംഗതി കൂടിയാണ്. कुंडा से कैसा लगा सब कुछ? बहुत अच्छा। दिव्य कुंभ भव्य कुंभ बहुत अच्छा लगा। हम लोग यहीं बगल से हैं, कुंडा से, राजा भैया के क्षेत्र से हैं। स्नान हो गया? जी स्नान हो गया जी हो गया। अच्छा समाधान। बाबा का मैनेजमेंट बहुत बढ़िया है। हम लोग पटना से हम लोग आए हैं सर। सवाई माधोपुर राजस्थान से। बिल्कुल बिल्कुल। कैसा लगा सब कुछ? बहुत अच्छा, बहुत अच्छी व्यवस्था है। जय जय श्री राम, बहुत अच्छा, बहुत शानदार व्यवस्था है। ഇതൊക്കെയാണ് സാഹചര്യം. ശ്രീജ, പ്രശാന്ത് കൊണ്ട് എന്റെ കൂടെ ശ്രീജയിലേക്ക് മടങ്ങും. ശരി, എന്തായാലും അത് അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇത്രയധികം ആളുകൾ എത്തുമ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഒന്നും നമുക്ക് നേരിട്ട് പരിചയമുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ അറിയുന്നവരോ ഒന്നും അല്ല. എന്നിട്ട് പോലും അവർ ആരും ഒരു പരാതിയും പറയാതെ വളരെ ഭംഗിയായി ഈ ഒരു മഹാകുംഭമേളയുടെ ഭാഗമായി വന്ന് സ്നാനം ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പുണ്യമായി കരുതുന്ന പുണ്യസ്നാനം ചെയ്ത് മോക്ഷപ്രാപ്തി നേടി തിരിച്ചു പോകാനുള്ള ആ പോകുന്ന യാത്രയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ദിവസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഷാഹി സ്നാനിന്റെ ദിവസമാണ്. അമൃത് സ്നാൻ, ഷാഹി സ്നാൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇനി വരും ഈ കുംഭമേളയുടെ സമയത്തിനിടയിൽ ഇനിയും വരുന്നുണ്ട്. ഇനി അടുത്തത് ജനുവരി 29-നാണ് ഷാഹി സ്നാൻ വരുന്നത്. ഇന്നത്തെ ദിവസം അവിടെ പ്രധാനമായും എത്തുന്നത് അഖാഡകളിൽ നിന്നുള്ള സന്യാസിമാരാണ്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ പൂർത്തിയായിട്ടുണ്ട്.